നമസ്കാരം. 2 കോടിക്ക് താഴെയുള്ള ഒരു ഇടപാട്. പക്ഷേ അത് വലിയ പൊളിറ്റിക്കൽ മാനത്തിലേക്കാണ് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 കോടിയായാലും 2 രൂപയായാലും എന്തിന് മേടിച്ചു, എന്തിന് കൊടുത്തു? കൊടുത്തതിനും കണക്ക് വേണം, മേടിച്ചതിനും കണക്ക് വേണം. ചിലവാക്കിയതിന് കണക്ക് വേണ്ട, അത് നമുക്ക് ഇഷ്ടമുള്ള ഉണ്ണിയപ്പം വാങ്ങിച്ച് കഴിക്കാം. പക്ഷെ കൊടുത്തതിനും വാങ്ങിയതിനും കണക്ക് വേണം. ഈ കൊടുത്തതിനും വാങ്ങിയതിനും കണക്കില്ലാത്തതിൻ്റെ എന്ത് സർവീസാണ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാതെ, എന്ത് സർവീസാണ് വാങ്ങിയിട്ട് ഈ പണം കൊടുത്തതെന്ന് അറിയാതെ കിടന്നുഴലുകയാണ് എക്സാലോജിക് ഇപ്പം ഇല്ല, ആ കമ്പനി പൂട്ടി എന്നാണ് പറയുന്നത്. ആ കമ്പനിയുടെ MD ആയിരുന്ന അല്ലെങ്കിൽ CEO ആയിരുന്ന വീണ വിജയനും കർത്ത കമ്പനിയിലെ കരിമണൽ കർത്ത കമ്പനിയും CMRLും വളരെ വലിയ പ്രതിസന്ധിയിലാണ്. ഇതിൻ്റെ കേസ് ഇങ്ങനെ നടന്ന് 2 പ്രാവശ്യം വീണ വിജയനെ ചോദ്യം ചെയ്തു. 3-മതും ചോദ്യം ചെയ്യാൻ നോട്ടീസ് കൊടുക്കുന്നതിനിടയിലാണ് പുതിയൊരു വാർത്ത വരുന്നു. മുഹമ്മദ് റിയാസിനെയും ചോദ്യം ചെയ്യുന്നു. അതായത് ഭർത്താവായിട്ടുള്ള വീണ വിജയൻ്റെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസിനെയും ചോദ്യം ചെയ്യുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി പിണറായി വിജയനെ ചോദ്യം ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യവും ഉണ്ട്. കാരണം ഇതിനകത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത്, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൈവിട്ട സഹായം കർത്താക്ക് ലഭിച്ചിരുന്നു എന്നുള്ളിടത്തു നിന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം. ഈ സിനിമ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കാരണം എക്സാലോജിക് കമ്പനി എന്ന് പറയുന്നത് വീണ വിജയൻ്റെ കമ്പനിക്ക് നാട്ടിലുള്ള സകല പേരും പിരിവ് കൊടുക്കുന്നില്ല. എന്നാൽ കരിമണൽ കർത്ത കൃത്യമായി എല്ലാ മാസവും 8 ലക്ഷം രൂപ, 5ഉം 3ഉം 8 ലക്ഷം രൂപ 2 വർഷത്തോളം എന്തിനു കൊടുത്തു. ആ സമയത്താണ് കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങൾ വരുന്നത്. ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെടുത്തിയും സ്വകാര്യ മേഖലയെക്കുറിച്ചൊക്കെ നിയമങ്ങൾ വരുന്നു. ആ വന്ന ഒരു നിയമവും ഇവിടെ ബാധകമാക്കാതെ കൃത്യമായി കരിമണൽ കർത്തയെ സഹായിച്ചു കൊണ്ടിരുന്നത് പിണറായി വിജയനാണ്. അങ്ങനെ ഒന്നാം പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ കരിമണൽ ബിസിനസ് ചെയ്യുന്ന കർത്താക്ക് സഹായം ചെയ്ത് കൊടുത്തതിൻ്റെ പാരിതോഷികമായിട്ടാണ്, അല്ലെങ്കിൽ ഇളവുകൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെ പാരിതോഷികമായിട്ടാണ് വീണ വിജയന് പണം കൊടുക്കുന്നത് എന്നുള്ളതാണ് നിഗമനവും, അതാണ് യഥാർത്ഥ ആക്ഷേപവും. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് പകരം മുഹമ്മദ് റിയാസിനായിട്ട് സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടോ, മുഹമ്മദ് റിയാസിന് ഈ പണം കൈമാറിയിട്ടുണ്ടോ, അത് മറ്റേതെങ്കിലും ബിസിനസ്സിനോ മറ്റെവിടെയെങ്കിലും ഈ പണം പോയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാനുള്ള രീതിയിൽ ED ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. മുഹമ്മദ് റിയാസിനെയും ED അന്വേഷിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഇനി മുഹമ്മദ് റിയാസിനെ അറസ്റ്റ് ചെയ്യുമോ, വീണ വിജയനെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ അറസ്റ്റ് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് പറയാനാകില്ല. കാരണം വീണ വിജയൻ കൊടുക്കുന്ന മൊഴിയും മറ്റേ CMRL കൊടുക്കുന്ന മൊഴിയും തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യമുള്ളത് കൊണ്ട് ഇനി അറസ്റ്റ് നടക്കുമോ നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പിണറായി വിജയൻ്റെ ശിഷ്ടകാലത്ത് എന്തൊരു കഷ്ടമാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. മകൾ, മരുമകൻ എല്ലാവരും കോടതിയുടെയും ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും മുന്നിൽ പോയി സാഷ്ടാംഗ പ്രണാമം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഒരു പിതാവെന്നുള്ള നിലയിൽ, ഒരു അമ്മാവൻ എന്നുള്ള നിലയിലും, ഭാര്യയുടെ അതായത് മുഹമ്മദ് റിയാസിൻ്റെ പിതാവ് എന്നുള്ള നിലയിലും വീണ വിജയൻ്റെ പിതാവ് എന്നുള്ള നിലയിലും പിണറായി വിജയന് കിട്ടുന്ന വലിയൊരു അടി തന്നെയാണ്. പക്ഷേ ഇതിലൊന്നും പിണറായി വിജയൻ പറയുന്ന പോലെ ഞാൻ ഇതിലൊന്നും കുലുങ്ങുന്ന ആളല്ല, ഞാൻ ഇതിനേക്കാൾ വലുത് കണ്ടതാണ്, പിന്നെയാണ് ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞ് അദ്ദേഹം വെറുതെ ഇരിക്കുന്നു. പക്ഷേ അപ്പോഴും EDയെ ആക്രമിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ED അതിശക്തമായി രംഗത്തുണ്ട്. കൃത്യമായ നിലപാടുകളുമായി ED രംഗത്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മുഹമ്മദ് റിയാസ് അറസ്റ്റ് ചെയ്യപ്പെടുമോ, മുഹമ്മദ് റിയാസിനെ നേരെ നീളുമോ EDയുടെ റഡാർ? മുഹമ്മദ് റിയാസിൻ്റെ അന്വേഷണത്തിലേക്ക് മുഹമ്മദ് റിയാസ് വരുന്നു എന്ന് കേൾക്കുന്നു. മുഹമ്മദ് റിയാസിൻ്റെ കയ്യിലുള്ള പണവും അല്ലെങ്കിൽ ഇടപാടുകളും മുഴുവൻ അന്വേഷിക്കാനാണ് ഗവൺമെൻറ് ED തീരുമാനിച്ചിരിക്കുന്നത്. ED മറ്റൊരു ഡയമെൻഷനിലേക്ക് കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്യുകയാണ്. പിണറായിയുടെ കുടുംബത്തെ തന്നെ ലാക്കാക്കി അല്ലെങ്കിൽ അതിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ED ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും മുഹമ്മദ് റിയാസ് MLA ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ചില പ്രോട്ടോക്കോളൊക്കെ കിട്ടും, ചില പ്രൊട്ടക്ഷനൊക്കെ ഇമ്മ്യൂണിറ്റി ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. MLA ആണ്, അപ്പോൾ സ്പീക്കറുടെ അനുവാദമൊക്കെ വേണം. അപ്പോൾ അതേസമയം MLA ഹോസ്റ്റലിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ചോദ്യം ചെയ്യുന്നതിനാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലാത്ത തോന്നുന്നു. ഇവിടെ വെച്ച് ചെയ്യണമെങ്കിലുള്ളൂ, അതായത് നമ്മുടെ അസംബ്ലിയിൽ വെച്ച് ചെയ്യണമെങ്കിൽ മാത്രമാണ് ആ ഇമ്മ്യൂണിറ്റി കിട്ടുന്നതെന്ന് തോന്നുന്നു. എന്തായാലും മുഹമ്മദ് റിയാസിന് MLA എന്നുള്ള നിലയിൽ ചില പരിഗണനകൾ കിട്ടും. അപ്പോഴും സ്പീക്കറുടെ അനുവാദം വേണം. SIT
ഈ ചോദിച്ചാൽ അല്ലെങ്കിൽ ഇത് ഈ അന്വേഷിക്കുന്ന ഏജൻസി ചോദിച്ചാൽ ഇത് കൊടുക്കുമോ എന്നറിയില്ല. എന്ത് തന്നെയായിരുന്നാലും ED ഇതിനകത്ത് വളരെ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം മുഹമ്മദ് റിയാസിലേക്ക് കൂടി ഇപ്പോൾ മാറി തീർന്നിരിക്കുകയാണ്.